ജീവനെ കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന മിൻഹ്വാനും സിഗരറ്റൊക്കെ വലിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇത് സിഗരറ്റ് വലിക്കുവാനായിട്ട് പാടില്ലാത്ത ഏരിയയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീഹുക്കം എത്തുന്നു. നമ്മുടെ കമ്പനിയിൽ ഓഫീസ് ഡേറ്റിംഗ് ഒന്നും ചെയ്യുവാനായിട്ട് പാടില്ലാത്തതാണ്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയിലുള്ള ശ്രദ്ധയും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുകയില്ല എന്നൊക്കെ ചീഹുക്ക് അറിയിക്കുന്നു. ഇന്നലെ നീ എന്റെ 그래서 ഗേൾ 있는지도 ഫ്രണ്ടിനെ 모르는 ഫോളോ 사람이 더 많지만 ചെയ്തതായിരുന്നോ, അതോ 느끼겠죠. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ മിൻഹ്വാനും അവന്റെ അടുത്ത് സംശയത്തോടു കൂടി തന്നെ ചോദിക്കുന്നു. പക്ഷേ നമ്മുടെ ഓഫീസിന്റെ തന്നെ ഒരു ഗോഡൗൺ ഒക്കെ അവിടെയുണ്ട്. അവിടേക്കായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് മാപ്പിലെ ആ ഒരു ഗോഡൗൺ പോലും അവൻ കാണിച്ചു കൊടുക്കുകയാണ്. നീ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രവൃത്തി ഒന്നും തന്നെ ഒരു പക്വതയുള്ള മനുഷ്യൻ ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നില്ല. മറിച്ച് കുട്ടികളുടേതുപോലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നീ ജീവനെ ബ്രേക്കപ്പ് ചെയ്യണമെന്നൊക്കെ ജീഹുക്കും പറയുന്നു. പക്ഷെ അതൊക്കെ പറയുവാനായിട്ട് നിനക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്നൊക്കെ മിൻഹോൻ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് നീ കൂട്ടിക്കോ എന്നൊക്കെ ആയിരുന്നു ജിഹുക്കും പറയുന്നത്. നീ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, നീ ഇനി അവളുടെ മേത്തൊന്ന് കൈവെക്കുവാൻ പോലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിഹുക്കും അവന്റെ കൈയൊക്കെ പിടിച്ച് തിരിക്കുന്നു. പിന്നീട് നീ അവളെ അടിച്ചില്ലായിരുന്നല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. വേദന കാരണം മിൻഹ്വാനും അവളെ അടിച്ചില്ല എന്നൊക്കെ പറയുന്നു. ഇനി ഒരിക്കലും അവളെ അടിക്കുകയും ഇല്ല എന്ന് പറയുന്നു. മിൻഹ്വാൻ തനിച്ചിരിക്കുമ്പോഴത്തേക്ക് മിൻഹ്വാന്റെ അടുത്തേക്ക് ജീവൺ എത്തുകയാണ്. ജീവണ്ണും അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഇല്ലാതാക്കുവാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മിൻഹ്വാനും സോമനും കൂടുതലായിട്ട് അടുക്കുവാനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഇല്ലാതാക്കുകയാണെങ്കിൽ പിന്നെ സോമിന്റെ കാര്യത്തിലും ഒരു തീരുമാനമൊന്നും ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവളും എങ്ങനെയെങ്കിലും ഇവന്റെ കൂടെ പിടിച്ചു നിൽക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. മിൻഹ്വാനും ആദ്യം ക്ഷമ ചോദിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും എല്ലാം നിന്റെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് ജീവന്റെ മേൽ പഴി ചാരുവാനായിട്ടാണ് അവൻ നോക്കുന്നത് മുഴുവൻ. നീ ഇന്നലെ വീട്ടിലേക്ക് തന്നെ ആയിരുന്നോ പോയിട്ടുണ്ടായിരുന്നെന്നൊക്കെ ജീവൻ ചോദിക്കുമ്പോഴത്തേക്കും അവനും ഇന്നലെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. സൂമിന്റെ വീടിന് മുമ്പിലായിട്ടൊക്കെ മിൻഹ്വാൻ വന്ന് നിൽക്കുകയാണ്. അവളും മിൻഹ്വാന്റെ ഒപ്പമുള്ളതാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയങ്ങൾ എന്നൊക്കെ പറയുന്നു. ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ പോലും ഇപ്പോൾ അവളായിട്ട് തന്നെ ഇരിക്കുവാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മിൻഹ്വാനെ കിസ് ചെയ്യുകയാണ്. മിൻഹ്വാനും ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെ ജീവന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും എന്തോ ഒന്നും ഉണ്ടെന്നുള്ള കാര്യം ജീവനും മനസ്സിലാക്കുന്നു. വിവാഹമൊക്കെ കഴിക്കുവാനായിട്ട് ജീവനേക്കാളും നല്ലൊരു വ്യക്തിനെ ഒരിക്കലും കിട്ടുകയില്ല. ജീവനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ മാത്രമേ അവനും ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ജിഹുക്ക് മാത്രമാണ് ശല്യം. ജീവനെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നൊക്കെ മിൻഹ്വാനും തീരുമാനിക്കുന്നു. മാനേജറും ജീവണ്ണയും ചൂറാനയും കൂടി കൂട്ടിക്കൊണ്ട് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ എനിക്കൊരിക്കലും നിങ്ങളുടെ കൂടെ ഇന്ന് ഫുഡ് കഴിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സോമനെയും കൂട്ടിക്കൊണ്ട് പോയി നീ ഫുഡൊക്കെ കഴിച്ചോളാൻ എന്ന് പറഞ്ഞിട്ട് മിൻഹ്വാന് അവളുടെ ക്രെഡിറ്റ് കാർഡൊക്കെ അവൾ നൽകുന്നു. മാനേജറും അവർക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തതിനു ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. മാനേജറുടെ റിലേറ്റീവ് ആണ് വാങ്. ജീവന് ഭാഗ്യമുള്ളത് കൊണ്ടാണ് ഇതുപോലത്തെ ഒരു കമ്പനിയിലൊക്കെ വരുവാനായിട്ട് സാധിച്ചത്. ഞാൻ നിന്റെ ബോയ്സുമായി, നീ ആകട്ടെ കുറച്ച് ഐഡിയ മാത്രമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നത്. ഞാനും കൂട്ടത്തിൽ ഏറ്റവും വർക്ക് ചെയ്യുന്ന ജൂറാനെയൊക്കെ നിന്റെ കൂടെയും ചേർത്തു. ഏറ്റവും നല്ല വർക്കർ ആയിട്ടുള്ള സൂമിനെയും ചേർത്തു. പിന്നെ നിന്റെ പ്രപ്പോസൽ ആകട്ടെ അത്രയ്ക്കും നല്ലതൊന്നും അല്ല എങ്കിൽ പോലും അതിൽ കുറച്ചുകൂടി മാറ്റമൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ടെന്നും അയാൾ പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് തന്നെ മാറ്റമൊക്കെ വരുത്തിയിട്ട് വീണ്ടും നൽകുന്നതായിരിക്കും എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട്. പക്ഷെ അതൊരു അസിസ്റ്റന്റ് മാനേജറിന് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. എന്തായാലും എനിക്കും ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യ്. നീ ആ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തേക്ക്. എന്നിട്ട് ലാസ്റ്റ് എന്റെ പേരങ്ങ് വെച്ചാൽ മതി എന്നൊക്കെയാണ് അയാളും സംസാരിക്കുന്നത്. അയാൾ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാ വർക്കും ജീവനോട് ചെയ്യുവാനും പക്ഷെ ക്രെഡിറ്റ് മാത്രം അയാൾക്ക് കൊടുക്കുവാനായിട്ടുമാണ് അയാൾ ഈ പറഞ്ഞു വരുന്നതെന്ന കാര്യമൊക്കെ ജീവനും മനസ്സിലാകുന്നു. നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷെഫിനെയൊക്കെ വെച്ചിട്ട് ഈ ഒരു പരിപാടികളൊക്കെ നടത്താമെന്നൊക്കെ മാനേജർ പറയുമ്പോഴത്തേക്കും റെസ്റ്റോറന്റിലൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് എത്രത്തോളം എളുപ്പമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്ന ഒരു പ്രൊജക്റ്റൊക്കെയാണ് ഇത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു പ്രൊജക്ടിന് എങ്ങനെയാണ് ഷെഫിനെ ഇൻക്ലൂഡ് ചെയ്ത് അയാളുടെ പേരൊക്കെ നൽകുക എന്നതായിരുന്നു ചിവുണ്ട സംശയം. എന്തായാലും ചിവുണ ആ ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കുന്നേയില്ല. അത് കേൾക്കുന്ന മാനേജറും പെട്ടെന്ന് തന്നെ അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും നിന്നെ ഔട്ട് ആക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അവളും ഇത് എന്റെ പ്രൊജക്റ്റ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് നിന്റെ പ്രൊജക്റ്റ് ആക്കുക, ഇത് കമ്പനിയുടെ പ്രൊജക്റ്റ് ആണ്. ഈ ഒരു പ്രൊജക്റ്റ് ഒക്കെ നിന്നോട് ചെയ്യുവാനായിട്ട് പറഞ്ഞത് ഞാനായിരുന്നു. ഈ പ്രൊജക്ടിന് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത് ജൂറാനാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ മൂന്ന് പേരും കൂടി ചെയ്ത ഈ ഒരു പ്രൊജക്റ്റ് ഒക്കെ നിന്റേതാണെന്ന് നിനക്ക് എങ്ങനെയാണ് പറയുവാനായിട്ട് കഴിഞ്ഞത്? എന്തായാലും നിന്നെ ഞങ്ങൾ ടീമിൽ നിന്നും തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനേജറും സംസാരിക്കുന്നു. ഇനി ഈ ഒരു പ്രൊജക്റ്റൊക്കെ സൂമിനും ജൂറാനും കൂടി ആയിരിക്കും ചെയ്യുക എന്ന് കൂടി മാനേജർ പറയുന്നു. സൂമിനെയും കൂട്ടിക്കൊണ്ട് വളരെ വലിയൊരു റെസ്റ്റോറന്റിലേക്ക് ആയിരുന്നു മിൻഹോൻ പോയിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഇരിക്കെ ഫുഡിന് മുമ്പായിട്ട് വൈനൊക്കെ കുടിക്കാമെന്ന് റെസ്റ്റോറന്റിലുണ്ടായിരുന്ന വെയിറ്റർ പറയുമ്പോഴത്തേക്കും അവനും അതിനോട് യോജിക്കുന്നു. മിൻഹോന് വളരെ മാനേഴ്സ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്.
അവനെ കാണുവാനും സ്മാർട്ടാണ്. ജീവൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആള് അത് മിൻഹുൻ തന്നെ ആണെന്നൊക്കെ സൂമിനും ഓർക്കുന്നു. ഇന്നലെ നീ ഉറങ്ങിയായിരുന്നോ എന്നൊക്കെ മിൻഹുനും സൂമിനോട് ചോദിക്കുകയാണ്. സൂമിനും നല്ലതുപോലെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഉറങ്ങുവാൻ സാധിച്ചില്ല എന്ന കള്ളമൊക്കെയാണ് പറയുന്നത്. ഇനി മിൻഹുനോട് അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവനും അതേപോലെ തന്നെ കള്ളമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജീവൻ പോയതിനു ശേഷം ജോറാനും ഒരു കാര്യമൊക്കെ മാനേജറിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അതായത് ഈ ഒരു പ്രൊജക്ട് തന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവളായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ അവളെ പ്രൊജക്ടിൽ നിന്നും ഒഴിവാക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല. മാത്രമല്ല ഇപ്പോൾ മാനേജർ ചെയ്യുവാനായിട്ട് പറഞ്ഞ ആ ഒരു കാര്യവും അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നൊക്കെ ജുറാൻ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുവാനൊന്നും പോകുന്നില്ല. പിന്നെ ഡയറക്ടർ വാങ്ങിനും ഈ ഒരു പ്രൊജക്ടിലൊക്കെ പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ തന്നെ പ്രൊജക്ടിൽ ഒരുപാട് പേരുടെ പേരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒരു പേരൊക്കെ ഒഴിവാക്കുവാനായിട്ടായിരുന്നു ഞാനും അവളോടൊരു കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ് മാനേജർ പറയുന്നത്. ചെറിയൊരു നിരാശയിലൊക്കെ നടന്നു വരുന്ന ജീവനാകട്ടെ ഫോണിൽ വന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കുമ്പോഴത്തേക്കും മിനഹാന് ക്രെഡിറ്റ് കാർഡ് ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവരും വലിയൊരു തുകയ്ക്കാണ് ഫുഡ് കഴിച്ചിട്ടുള്ളതും. അത് കാണുമ്പോഴത്തേക്കും അവളും ആകെ ദേഷ്യത്തിലാകുന്നു. ഇത്രയും കാലം ഫൈറ്റ് ചെയ്യുവാനായിട്ട് അറിയാത്തത് കൊണ്ടായിരുന്നു അവളും തോറ്റുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു തവണ അങ്ങനെ ആയിരിക്കുകയില്ല. ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യും. എന്റെ അടുത്ത് നിന്നും ഓരോ കാര്യങ്ങളൊക്കെ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന ആളുകളെ ഇനി ഞാൻ ഒരിക്കലും അതിന് അനുവദിക്കുകയില്ല. എന്റേതായിട്ടുള്ള എല്ലാം എന്റേത് മാത്രമായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവനും നടക്കുന്നു. ബാങ്ങും ഇപ്പോൾ ചീഹുക്കിന്റെ അടുത്ത് ഈ ഒരു മെയിൽ കിറ്റിന്റെ പ്രൊജക്ട് ഒക്കെ കാണിച്ചിരിക്കുകയാണ്. മാനേജറിനെ ഒരുപാട് പൊക്കിക്കൊണ്ടൊക്കെ ആയിരുന്നു അയാളും സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. മാനേജറിന്റെ ഒരു ഐഡിയ ആയിരുന്നു ഇത്. അവനും ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും എന്നാൽ ചെയ്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇത്രയ്ക്ക് നല്ലതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങും ആ ഒരു പ്രൊജക്ട് ഒക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ആ പ്രൊജക്ടിൽ ആരുടെയൊക്കെ പേരുണ്ട് എന്ന് ജീഹുക്ക് നോക്കുകയാണ്. പേരിന്റെ കൂട്ടത്തിൽ ജീവുന്റെ പേര് മാത്രം ഉണ്ടായിരുന്നില്ല. പക്ഷെ ജീവനും ഒരു മീൽക്കിറ്റ് പ്രൊജക്ട് ഒക്കെ നടത്തുന്നതിനെ കുറിച്ചും പറഞ്ഞതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. പിന്നെ മാനേജർ സ്ഥാനത്തൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കൊല്ലമായതാണ്. ഈ ഒരു പ്രൊജക്ട് വഴി അവനും ഒരു പ്രൊമോഷൻ ഒക്കെ കൊടുക്കണമെന്ന് കൂടി വാങ് അറിയിക്കുകയാണ്. നീ എന്റെ അടുത്ത് ഒരു പ്രൊജക്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതിന്റെ കാര്യം എന്തായെന്ന് ചീഹോക്ക് ജീവന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവളും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊരു മറുപടിയൊക്കെ കൊടുക്കുന്നു. ഇന്ന് രാത്രി നീ എന്റെ ഒപ്പം വരണം. ഇതൊരിക്കലും ഒരു ഡേറ്റ് അല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീഹോക്കും അവൾക്ക് മെസ്സേജ് അയക്കുന്നു. പോകുന്ന വഴിക്കാകട്ടെ ഞാൻ നിനക്ക് വേണ്ടി ഒരു സഹായമൊക്കെ ചെയ്യുവാനായിട്ട് പോകുകയാണ്. ഇതൊരിക്കലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നതെന്ന് അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനും ജീവനിനെ രണ്ട് ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവൾക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുവാനായിട്ട് കൊടുക്കുകയാണ്. പിന്നീട് ജീവണും എങ്ങനെയാണ് ജുഡോ ഒക്കെ ചെയ്യുന്നതെന്ന് അവൾക്ക് കാണിച്ചും കൊടുക്കുന്നു. ഡോങ്സോക്കിനെ ഒന്ന് മലർത്തി അടിക്കുവാനായിട്ടൊക്കെ ആയിരുന്നു അവളുടെ ശ്രമം. അവളും കുറെ തവണ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെയ്യുവാനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ല. പിന്നീട് അവളുടെ മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ട് ഒന്നും കൂടി ട്രൈ ചെയ്യുവാനായിട്ടൊക്കെ ജീവോണിന്റെ അടുത്ത് ജിഹോക്ക് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ജീവോണിനും അവനെ മലർത്തി അടിക്കുവാനൊക്കെ സാധിക്കുന്നു. അടുത്തതായിട്ട് ജീഹോക്കിനെ മലർത്തി അടിക്കുവാനായിട്ടൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിനെ സാധിക്കാതൊക്കെ വരുന്നു. അങ്ങനെ ഇരിക്കെ നിന്റെ കയ്യിൽ ശക്തി ഇല്ലെങ്കിൽ നീ നിന്റെ എതിരാളിയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് അയാളെ തോൽപ്പിക്കേണ്ടതെന്ന ഒരു പാഠമൊക്കെ ജീഹോക്കും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് അവളും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ചീഹുക്കിനെ വീഴിക്കുവാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും നിലത്തേക്ക് വീണ് കഴിയുമ്പോഴത്തേക്കും നീ നന്നായി ചെയ്തു എന്നൊക്കെ ചീഹുക്കും അവളുടെ അടുത്ത് പറയുന്നു. ജീഹുക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന പാഠങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അത് ലൈഫിൽ പ്രാവർത്തികമാക്കുകയാണ് ജിയൂൺ ചെയ്യുന്നത്. ജിയൂണാകട്ടെ ആദ്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാനേജറിനെ തന്നെ ആയിരുന്നു. മാനേജർ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയതിനു ശേഷം ജീവണും ആ ഒരു പ്രപ്പോസലൊക്കെ മാനേജറിനെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ അയാളാകട്ടെ ഈ ഒരു പ്രപ്പോസൽ ഇപ്പോൾ എന്റേതാണെന്ന് പറഞ്ഞു നിൽക്കുന്നു. മാത്രമല്ല അവൻ നേരത്തെ ഡയറക്ടറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രപ്പോസലും കാണിച്ചു കൊടുക്കുകയാണ്. അതിലാകട്ടെ ജീവന്റെ പേരൊക്കെ മിസ്സിംഗ് ആയിരുന്നു. ഇനി നിന്റെ പേര് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ മാനേജർ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നീ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന് എനിക്ക് കാണിച്ചതാ. അത് കഴിയുമ്പോഴത്തേക്കും നിന്നെ കൂടെ കൂട്ടണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ മാനേജറും പറയുകയാണ്. ശരിക്കും ജീവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രപ്പോസലിൽ ഹൈയോണിനെയും കൂടി ചേർത്തിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ജീവൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവനും ഹൈയോണിന്റെ അടുത്ത് ക്ഷമയൊക്കെ പറയുമ്പോഴത്തേക്കും ഹൈയോണും അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ആ ചീസ് കേക്ക് ഒക്കെ കഴിക്കുമ്പോൾ തന്നെ അത് ന്യൂസിലൻഡിൽ നിന്നും കൊണ്ടുവരുന്ന മിൽക്കിൽ നിന്നുമാണ് ഉണ്ടാക്കിയതെന്ന കാര്യമൊക്കെ അപ്പോൾ തന്നെ ഹൈയൂണിന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കെ അത് ഏത് കടയിൽ നിന്നുമുള്ളതാണെന്നൊക്കെ അവൾ അന്വേഷിക്കുമ്പോഴത്തേക്കും എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഉൺഹോയാണ് ആ ഒരു കടയൊക്കെ നടത്തുന്നതെന്ന് ജീവണും പറയുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ഉൺഹോയുടെ കോളൊക്കെ അവൾക്ക് വരുന്നത്. കോളൊക്കെ സ്പീക്കറിൽ ഇട്ടത് കൊണ്ട് തന്നെ ഹൈയൂണും അവൾക്ക് ആ ഒരു കേക്കൊക്കെ ഒരുപാട് ഇഷ്ടമായെന്ന് പറയുന്നു.
ആ ഒരു കേക്കൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്ന് കൂടി ഉൾഹോ പറയുന്നു. നീ ഇവനെ ഡേറ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ ഹയോൺ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഒക്കെ ഉള്ളതല്ല എന്ന് ഹയോന്റെ അടുത്ത് അവളും ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇവനൊരു കേക്കൊക്കെ നിനക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവന് നിന്നെ ഇഷ്ടമാണ് എന്ന കാര്യമൊക്കെ ഹയോണും അറിയിക്കുകയാണ്. ഇനി ആ ഒരു പ്രപ്പോസലിനെ കുറിച്ചും കൂടുതലായിട്ടൊക്കെ ഹയോൺ അന്വേഷിക്കുന്നു. ഞാൻ അവൻ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രപ്പോസലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്ത് കൊടുത്തതിൽ നിന്നും ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമാണ് അവൻ മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ മനഃപൂർവ്വം എന്നെ പ്രൊജക്റ്റിൽ നിന്നും ഒഴിവാക്കുവാനായിട്ടായിരുന്നു ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് ജീവനും അറിയിക്കുന്നു. ജീവനും അതിന് ഉദാഹരണമായിട്ട് ജുഡോ ഒക്കെ വെച്ച് പറയുമ്പോഴത്തേക്കും അവളാകട്ടെ ജുഡോ കോസ്റ്റ്യൂമിലൊക്കെയുള്ള മാനേജറിനെ സങ്കല്പിച്ചതിന് ശേഷം അതൊന്നും ഓർക്കുവാനേ കഴിയുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ജുഡോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറക്കെ ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് വേറൊരു ഫീലൊക്കെ ആയിരിക്കും തരിക എന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കും ഒച്ചയുണ്ടാക്കാൻ എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാമെന്ന് പറഞ്ഞ് അവളും അവിടെ ഇരുന്ന് ഒച്ചയുണ്ടാക്കുന്നു. ഈ ഒരു സീനോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.